വെൽക്കം ടു ജി ടു മീഡിയ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുമായിട്ടാണ്. രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിക്കായ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മലയാള സിനിമകളിൽ അത്യാവശ്യം നല്ല ക്ലിക്കായ രണ്ട് സിനിമകളാണ്. ഒന്ന് ഹലോ മമ്മി ആണെങ്കിൽ മറ്റൊന്ന് സൂക്ഷ്മ ദർശിനിയാണ്. ഈ രണ്ട് സിനിമയും അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലുള്ള കളക്ഷൻ നേടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്ലാതെ വേറൊരു സിനിമയൊന്നും വലിയ സിനിമകളായിട്ടൊന്നും വന്നില്ല. മലയാളത്തിൽ നിന്നും പ്രത്യേകിച്ച് വലിയ സിനിമകളൊന്നും തന്നെ അടുത്തിടയ്ക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതും ഈ സിനിമയുടെ കളക്ഷനെ നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത് രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാതെ സ്റ്റഡി കളക്ഷനോട് കൂടി മുന്നോട്ട് പോകുകയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാണ്. ഈ രണ്ട് ദിവസവും അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നിലവിലെ ഒരു കളക്ഷൻ റിപ്പോർട്ടും നിലവിലെ ഒരു ബുക്കിംഗ് നിലവാരവും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നമുക്ക് ഹലോ മമ്മിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഹലോ മമ്മി നമുക്കറിയാം ഷർഫുദ്ദീനും അതുപോലെ തന്നെ ഐശ്വര്യലക്ഷ്മി, ജഗദീഷ്, അങ്ങനെ ഒട്ടനവധി ജൂണിയാൻറ്റി, അങ്ങനെ ഒട്ടനവധി നായകൻ, ഒരു പിടി താരങ്ങളാൽ സമ്പൽ സമൃദ്ധമായ ഒരു സിനിമയായിരുന്നു. ഒരു കൊച്ചു സിനിമ, വലിയൊരു കൊട്ടിഘോഷിച്ച് വന്നൊരു സിനിമയൊന്നുമല്ല. ചെറിയ രീതിയിലുള്ള ഒരു ഹൊറർ കോമഡി മൂവിയാണ്. നല്ല രീതിയിൽ ഇന്നത്തെ കാലത്തിനനുസരിച്ച ചേരുവകളെല്ലാം വന്ന് നല്ല രീതിയിൽ പ്രേക്ഷക പ്രീതി നേടിയെടുത്തൊരു സിനിമയായിരുന്നു എന്ന് തന്നെ പറയാം. ഒന്നും ഓവറായിട്ട് നമുക്ക് തോന്നിയില്ല, എങ്കിലും കുറേ ഇച്ചിരൂടെ ബൂസ്റ്റപ്പ് ഒക്കെ ചെയ്ത് കുറേയൊക്കെ സംഭവം ബഹുലമാക്കി എടുക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ലാത്ത നല്ലൊരു സിനിമയായിരുന്നു. എന്തായാലും ആ സിനിമ ഇപ്പോഴും ഇന്നലെ വെള്ളിയാഴ്ച ദിവസം സിനിമ ഇറങ്ങിയിട്ട് 23 ദിവസമായി. ഇന്നലെ 23ാമത്തെ ദിവസമായ വെള്ളിയാഴ്ച ദിവസമായിട്ട് പോലും 13 ലക്ഷം രൂപയോളം കേരളക്കരയിൽ നിന്നും കളക്ഷനായിട്ട് സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത്. മൊത്തം കേരളത്തിൽ നിന്നും 5,75 ലക്ഷം രൂപയോളം എത്തിയതായിട്ടാണ് അറിയുന്നത് 23 ദിവസം കൊണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ 55 ലക്ഷം രൂപയോളം കളക്ഷൻ എത്തിയിട്ടുണ്ട്. മൊത്തം വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ, വിദേശ രാജ്യത്തെ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല, എന്തായാലും റിലീസായെന്ന് തന്നെ അറിയത്തില്ല. എന്തായാലും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വേൾഡ് വൈഡ് ആയിട്ട് ഇതിൻ്റെ ഒരു കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തു വരുമ്പം 6,30 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇത് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു പ്രഡിക്ഷൻ മൊത്തത്തിൽ ഒരു 7-7.5 കോടി റേഞ്ചിലുള്ള കളക്ഷൻ, ഫൈനൽ കളക്ഷൻ ഈ സിനിമയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം അടുത്ത വെള്ളിയാഴ്ച മാർക്കോ, ആ സിനിമകളൊക്കെ 20-ാം തീയതി ആ ഒരു ഡേറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും വമ്പൻ സിനിമകളൊക്കെ വരുമ്പം മാത്രം ഈ സിനിമ വാഷ് ഔട്ട് ആവത്തുള്ളൂ. അത്രയും നാളും പിടിച്ച് നിന്ന് ഒരു 7-7.5 കോടി റേഞ്ചിലുള്ള കളക്ഷൻ വേൾഡ് വൈഡായിട്ട് ഇതിൻ്റെ ഫൈനൽ കളക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ലാത്ത മാന്യമായിട്ടുള്ള, കാരണം ആ സിനിമ കാണുമ്പോൾ അറിയാം ഒരു 3-4 കോടി റേഞ്ചിലുള്ള ബഡ്ജറ്റേ വരാൻ സാധ്യതയുള്ളൂ. ആ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത മാന്യമായിട്ടുള്ള ഒരു ഹിറ്റ് എന്ന് പറയും. ഇനി സൂക്ഷ്മ ദർശിനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസിൽ ജോസഫ് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നടനാണ്. നമുക്കറിയാം പഴയ ആ ജനപ്രിയ നായകൻ ദിലീപേട്ടനെ എങ്ങനെ കണ്ടോ അതിനേക്കാൾ ഒരു പിടി കുടുംബ പ്രേക്ഷകരെ എല്ലാം കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒപ്പം നസ്രിയ നസീം എന്ന് പറയുന്ന പഴയ നമ്മളുടെ ഒരു ചെറിയ ക്യൂട്ട് ബേബി ഗേൾ ഉണ്ടല്ലോ, അവർ രണ്ടുപേരും കൂടെ തകർത്ത് അഭിനയിച്ച് സിനിമ ഗംഭീര വിജയമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം, അതായത് ഇപ്പം 1-2 മാസമായി മലയാളത്തിൽ നിന്നും ഒരു 50 കോടി സിനിമ പിറന്നിട്ട്. ഓണ സമയത്ത് വന്ന സിനിമകളാണ് അവസാനമായിട്ട് 50 കോടി 100 കോടി, അജയൻ്റെ 2ാം മോഷണം, കിഷ്കിന്താണ്ടോ, അങ്ങനത്തെ കുറച്ച് സിനിമകളല്ലാതെ മറ്റൊരു സിനിമയും കാര്യമായിട്ട് ഒരു ചലനം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ 50 കോടി ക്ലബിലെത്തുന്നതോ ഒന്നും കാണാൻ സാധിച്ചില്ലായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു മലയാള സിനിമ 50 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ്. അത് 50 കോടിയും കഴിഞ്ഞ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഇന്നലെ വെള്ളിയാഴ്ച ദിവസം 22ാമത്തെ ദിവസമായിരുന്നു സിനിമയുടേത്. 22ാമത്തെ ദിവസമായ വെള്ളിയാഴ്ച ദിവസം നേടിയതാവട്ടെ 28 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത്. അതായത് 1/4 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഇപ്പോഴും ദിനം പ്രതി വരുന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നും നാളെയും എന്തായാലും 1/2 കോടി രൂപയ്ക്ക് പുറത്ത്, 50 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ കേരള കളക്ഷൻ മാത്രം വരാൻ സാധ്യതയുണ്ട്. മൊത്തം 26 കോടി 22 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായിട്ട് 22 ദിവസം കൊണ്ട് തൂക്കിയത്. വിദേശ രാജ്യത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ 3 കോടി 70 ലക്ഷം രൂപയും ഇന്ത്യൻ കളക്ഷനായിട്ട് മൊത്തത്തിൽ 29 കോടി 92 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നലെ വരെയുള്ള കളക്ഷൻ. വിദേശ രാജ്യത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ നേടി 22 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ എത്തിയതായിട്ടാണ് അറിയുന്നത്. മൊത്തം വേൾഡ് വൈഡായിട്ട് 50 കോടിയും കഴിഞ്ഞ് 52 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് ജൈത്രയാത്ര തുടരുകയാണ്. ചിലപ്പം ഒരു 55-60 കോടി റേഞ്ചിലുള്ള കളക്ഷൻ ഈ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ഈ സിനിമ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. ബേസിൽ ജോസഫിനെ ഒന്ന് ചിന്തിച്ച് നോക്കി, എത്ര സിനിമകളല്ലേ 50 കോടി ക്ലബിലെത്തിയിരിക്കുന്നത്. അതാണ് ശരിക്കും ഒരു ജനപ്രിയ നായകൻ. ഒരുപാട് ഉയർച്ചകളിലേക്ക് ഈ സിനിമയും
ഹലോ മമ്മിയും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ, അതായത് നിലവിലുള്ള ഇതുവരെയുള്ള ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഏൽപ്പിച്ചത്. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന ആരും ഈ സിനിമകളൊക്കെ ഏതറ്റം വരെ പോകും എന്നുള്ളതും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്ന നമ്പരെ